സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. ഇമ്മ ഇപ്രാവശ്യമെങ്കിലും ഒരു ബാഗ് വാങ്ങിച്ചാട്ട് ഉമ്മ. കഴിഞ്ഞ പ്രാവശ്യത്തെ ബാഗല്ലേ ഇരിക്കണത്? എല്ലാരും യൂസ് ചെയ്തിട്ട ബാഗ് തന്നെ ഞാൻ ഇട്ടോണ്ടിരിക്കണ്. എന്റെ ഫ്രണ്ട്സൊക്കെ എത്ര ബാഗ് വാങ്ങണേ, എനിക്ക് മാത്രാണ് ബാഗ് വാങ്ങിച്ചു തരാത്ത. ഒന്ന് വാങ്ങിച്ചാട്ടുമ്മ. ഒന്നും ഉണ്ടായില്ല. ഇപ്പൊ ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോ എവിടുന്ന് ബാഗ് മേടിക്കാൻ? നമ്മളെടുത്തോടെ പൈസ ഉണ്ടാക്ക് ബാഗ് വാങ്ങിച്ചു താമ്മ. ബാഗ് മാത്രം മേടിച്ചാ പോരാ, സ്കൂളത്തെ പുസ്തകവും കാര്യങ്ങളൊക്കെ മേടിക്കണം. ഉണ്ടാവത്തിരുന്ന ഇപ്രാവശ്യം കൂടി അത് എടുത്തിട്, നമുക്ക് ബാക്കി പിന്നെ എന്താ നോക്കാം. എല്ലാ കുട്ടികളും നല്ല പുതിയ ബാഗൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഞാൻ മാത്രം എല്ലാ കുട്ടികളും യൂസ് ചെയ്ത പഴയ ബാഗ്. ഒരു പുതിയ ബാഗ് വാങ്ങിച്ചാട്ടുമ്മ. മര്യാദ നിപ്പിക്കട്ടെ, ഞാൻ ദേഷ്യം പിടിപ്പിക്കാം. എന്താണ് പിന്നെ ഒരു ഞാൻ എന്തേലും ഒരു വഴി ഉണ്ടാക്കി തിരിച്ചൊന്നും ഉണ്ടാതെ പോകണ്ട. എന്താ വിളിച്ചിണ്ടായിരുന്നു? വെള്ളം വേണോ? എന്താ കുട്ടിയുടെ ബഹളം ഉണ്ടാക്കണ? നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ബാഗ് വേണ്ട, പ്രാവശ്യം പുതിയ ബാഗ് വേണം. അതുപോലെ കൂട്ടുകാരന്മാരുടെ മോഡലിനാണ്. എന്താ ചെയ്യാ? എന്തായാലും ഒരു വഴി ഉണ്ടാക്കണം. ചെക്കൻ നല്ല കരച്ചിലാ, തെറ്റിപ്പോയി നിന്നിട്ട്. നോക്കട്ടെ. എവിടേക്ക് പോയി? അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ആ സൈനമ്മല്ലേ, ഓല് പറഞ്ഞ് കുറച്ച് കോഴിയുടെ ഉണ്ടാക്കണ്ടേന്ന്. അപ്പൊ ഉണ്ടാക്കി കൊടുത്ത എന്തെങ്കിലും കിട്ടുമല്ലോ, മാറ്റി ബാഗ് മേടിച്ചു കൊടുക്കാം. എന്തുണ്ടാക്കി കൊടുക്കാം? കോഴിയോടല്ലേ. ഒരു മരുവും പോവാത്ര ഗൾഫിക്ക്. അപ്പൊ എന്നോട് ഉണ്ടാക്കി കൊടുക്കാം, സാധനങ്ങളൊക്കെ മേടിച്ചു തരാന്ന്. അപ്പൊ ഉണ്ടാക്കണ കൂലി കിട്ടാതിരിക്കോ? എന്തേലും കിട്ടുമായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ ബാഗിനുള്ള പൈസക്ക് തികയോ? ഞാൻ എന്താ പറയാ, ചെയ്യല്ല. എന്റെ ഒരു വിധി ഇങ്ങനെ പോയില്ലേ, ഇവിടുന്നൊന്നും അനങ്ങാൻ പറ്റാതെയില്ലേ. അട്ട നോക്കി കിടക്കല്ലാണ്ട് വേറെ മാർഗമില്ല. എന്താ ചെയ്യാ? എനിക്കുണ്ടോ? കിടന്ന് ചൂടായിട്ട് തന്നെ. നിങ്ങൾ ഗുളിക അന്ന് കഴിച്ചില്ലേ? കഴിച്ചു. വല്ലാത്തൊരവസ്ഥയിൽ പോയല്ലേ. ഇപ്പൊ കുട്ടിക്കൊന്നും വാങ്ങിക്കൊടുക്കാനും മാർഗമില്ല. ഞാനേ ഉമ്മാക്കൊന്ന് വിളിച്ചാലോ? എന്നിട്ടോ? ചീത്തയാണെങ്കിൽ ചീത്ത, കുറച്ച് പൈസ ചോദിക്കാൻ. വേണ്ട, ചീത്ത വർത്താനം കേൾക്കേണ്ടി വരും. പിന്നെ ഇപ്പൊ പൈസ കൊടുക്കാം. എന്തേലും ഒരു വഴി ഉണ്ടാവും. എന്തായാലും വിഷമിക്കണ്ട. ഞാനെന്തായാലും ഇനി പൊരിച്ച കടികളൊക്കെ വിറ്റിട്ടേ നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കും. അത്യാവശ്യം കാര്യങ്ങൾ അതുകൊണ്ട് കിട്ടും. ഞാൻ ആ മുഹമ്മദിക്കയുടെ വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഞാനിങ്ങനെ മുറുക്കും സാധനങ്ങളൊക്കെ തന്നാലേ നിങ്ങൾ വിറ്റ് തരുമോ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അയാളിപ്പോ കുറച്ചു നേരം മുമ്പ് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു വരുമാനമായല്ലോ. എന്തേലും ചെയ്യാ. എനിക്കിവിടെ കിടന്നോടത്ത് കിടന്നിട്ട് എന്തേലും ചെയ്യാൻ പറ്റുക. കയ്യിന് കുഴപ്പമൊന്നുമില്ല. തൽക്കാലം അവിടെ കിടക്കും, എന്നല്ലെങ്കിൽ നാളെ റെഡിയാവുന്നല്ലേ വൈദ്യുതി പറഞ്ഞത്. ശരി, എനിക്ക് വിശ്വാസമൊന്നുമില്ല. നിങ്ങളിങ്ങനെ ഞങ്ങളെ ഏറ്റവും വലിയത് നിങ്ങളല്ലേ, നിങ്ങളോട് വിഷമിക്കണ്ട. ചായ എന്തേലും വേണോ? Oh,